സ്റ്റാർട്ട് ചെയ്തോളൂ. ശരിയാ ടീച്ചറെ. കേൾക്കുന്നില്ല. വേറെ ആരും എത്തിയില്ലല്ലോ എന്ന് ചോദിക്കുക. നമ്മള് കാണൂലല്ലോ. സ്റ്റാർട്ട് ചെയ്തോ. ഹായ് ഹായ് ടീം, ഗുഡ് മോർണിംഗ് ടു ആൾ. എൻ്റെ പേര് സുലേഖ. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ 4 മാസങ്ങളായി ബിസിനസ്സിൽ കണക്റ്റ് ആയിട്ട് ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഞാൻ ഏറ്റവും ഫസ്റ്റിലേക്കുള്ള ഒരു പെർസെൻറ്റേജ് കണക്റ്റ് ആവുകയാണ്. ആ സന്തോഷവും അതിലേറെ എക്സൈറ്റഡും ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതോടൊപ്പം ഇന്നത്തെ പ്രോഡക്റ്റ് സെഷനിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്ക് നമ്മളുടെ സപ്ലിമെന്റ്സ് ആണ്. ജോയിന്റ് ആൻഡ് ബോൺ ഹെൽത്തിന് സഹായിക്കുന്ന ഗ്ലൂക്കോസെമിൻ ആൻഡ് കാൽസ്യം. ഞാൻ കുറച്ചൊക്കെ പോയിന്റ്സ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മളുടെ സമയം കടന്നു പോകുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അത്രയ്ക്ക് പ്രിപ്പയർഡ് ആണ്. എല്ലാവരും ക്ഷമയോടുകൂടി കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ സപ്ലിമെന്റ്സ് ഒക്കെ ഞാൻ എനിക്ക് തന്നെ മുട്ടുവേദനയും കാലുവേദനയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഫ്ലാക്സ് ഓയിലാണത്. ഇന്ന് നമുക്ക് ഗ്ലൂക്കോസെമിനാണ് പറയാനുള്ളത്. അപ്പം നമുക്കറിയാം, കാർട്ടിലേജ് മീൻസ് ഇറ്റ് കണക്ട്സ് ദ ബോഡി പാർട്സ് ഇൻ എ ഫ്ലെക്സിബിൾ മാനർ. എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ആയ രീതിയിൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണത്. അത് വളരെ എസെൻഷ്യലായിട്ട് നമ്മളുടെ ജോയിന്റിന്റെ പ്രവർത്തനങ്ങളെ, ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടി, ജോയിന്റിന്റെ പ്രവർത്തനങ്ങളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി, അത് നന്നായിട്ട് ജോയിൻസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, സന്ധികളൊക്കെ ഫങ്ഷൻ നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഈ ഗ്ലൂക്കോസമിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ടു അവോയ്ഡ് ബോൺ സ്ക്രബിങ് എന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മളുടെ എല്ലുകൾ തമ്മിലുള്ള ഉരസലിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയും, അതോടൊപ്പം ഈ ഉരസലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേദനകളും പ്രശ്നങ്ങളും നീർക്കെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഗ്ലൂക്കോസമിൻ ഉപയോഗിക്കുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് ദ ഗ്രീസിംഗ് ഫ്ലൂയിഡ് ഇൻ ബിറ്റ്വീൻ ബോൺസ്. എന്ന് വെച്ചാൽ എല്ലുകൾക്കിടയിലുള്ള ഒരു ലിക്വിഡ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു ദ്രാവക രൂപത്തിലുള്ള ഒരു ഫ്ലൂയിഡാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഈ there are some reasons for the joint pain. ഈ ജോയിന്റ് പെയിനിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ റിച്ച് ഫുഡ്. എന്ന് വെച്ചാൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പോഷകാഹാരങ്ങളുടെ കുറവ് ജോയിന്റ് പെയിന് ഒരു കാരണമാണ്. പിന്നെ ലാക്ക് ഓഫ് സ്ലീപ്പിംഗ് എന്ന് പറയും, നമ്മളുടെ ഉറക്കക്കുറവ്. അതോടൊപ്പം വ്യായാമത്തിന്റെ കുറവ്, എക്സസൈസിന്റെ അഭാവം. പിന്നെ പലതരത്തിലുള്ള ഇഞ്ചുറീസ്. ഇവയെല്ലാം തന്നെ നമ്മളുടെ ജോയിന്റ് പെയിനിന് കാരണങ്ങളാണ്. ഇവയൊക്കെ നമ്മളുടെ എല്ലുകളുടെ ഹെൽത്തിനെ അല്ലെങ്കിൽ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ളതുമാണ്. പലതരത്തിലുള്ള ജോയിന്റ് പെയിൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസീസ് അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ നമുക്ക് പ്രധാനമായും വളരെ വളരെ പ്രധാനമായും 3ആയിട്ട് അതിനെ തിരിക്കാവുന്നതാണ്. ഒന്ന്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്. 2, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. 3, ജോയിന്റ് പെയിൻ. ഇനി ഈ ജോയിന്റ് പെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ, വേദനകൾ, നീർക്കെട്ടുകളൊക്കെ തന്നെ സാധാരണയായി പ്രായമുള്ള ആളുകളിലും, അതോടൊപ്പം ഇപ്പോൾ നമുക്ക് ചെറിയ പ്രായക്കാരിലും തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. പ്രായമായവരെ മാത്രമല്ല, പ്രായമായവരിൽ കാണപ്പെടുന്ന ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സന്ധിവാതം എന്ന് പറയുന്നത് ബോൺസുകൾ തമ്മിൽ അല്ലെങ്കിൽ എല്ലുകൾ തമ്മിലുള്ള പരസ്പരം ഉരസുന്നതിന്റെ ഫലമായും കാർട്ടിലേജിന്റെ ഒരു ബ്രേക്ക് ഡൗണുമാണ് നമ്മളുടെ ഈ സന്ധിവേദനകൾക്കൊക്കെ കാരണം. പിന്നെ ഓവർ വെയിറ്റ്, അമിത ഭാരവും ഇതിനൊരു പരിധിവരെ കാരണമാകുന്നുണ്ട്.
റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആമവാദം. ഇതൊരു തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കെടുപ്പ് പ്രകാരം ലോക ജനസംഖ്യയിൽ നമുക്ക് കാണാം 6 ഈ ആമവാദം എക്സ്പീരിയൻസ് ചെയ്തു വരുന്നു. അത്തരത്തിൽ 6 നമുക്ക് ഈ ആമവാദം കണ്ടുവരുന്നുണ്ട്. പിന്നെ കാർട്ടിലേജിന്റെ ഉൽപാദനത്തിനും അതുപോലെ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, എന്ന് വെച്ചാൽ സൈനോവിയൽ ഫ്ലൂയിഡിന്റെ പ്രൊഡക്ഷനും മെയിൻ്റനൻസിനും അതിന്റെ ഉൽപാദനത്തിനും ശരീരത്തിൽ അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയും അല്ലെങ്കിൽ ഉൽപാദനത്തിന് വേണ്ടിയും അത് നിലനിർത്തുന്നതിന് വേണ്ടിയും നമ്മളുടെ വെസ്റ്റീജ് ഗ്ലൂക്കോസമിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എസെൻഷ്യൽ ആണ്. നമ്മൾ എന്തായാലും കഴിച്ചിരിക്കണം. പിന്നെ ക്രാബിന്റെ അല്ലെങ്കിൽ ഞണ്ടിന്റെ ഒരു തോടിൽ നിന്നാണ് നമ്മളുടെ ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ സോഴ്സ് ആയിട്ടാണ് നമ്മളുടെ വെസ്റ്റീജ് ഗ്ലൂക്കോസമിൻ ടാബ്ലറ്റ്സ്. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇറ്റ് ഹെൽപ്സ് ദ ലൂബ്രിക്കേഷൻ ബിറ്റ്വീൻ ബോൺസ്. എല്ലുകൾക്കിടയിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ സന്ധികളൊക്കെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്നു. പിന്നെ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് കൈകാലുകൾ അല്ലെങ്കിൽ മസിൽസ് അല്ലെങ്കിൽ ബോൺസ് ഒക്കെ നമുക്ക് നന്നായിട്ട് സൈനോവിയൽ ഫ്ലൂയിഡ് അതിനുള്ളിൽ നാച്ചുറൽ ആയിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. പിന്നെ റീജനറേറ്റ് കാർട്ടിലേജിനെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ജോയിന്റുകളിലും എല്ലുകൾ സംബന്ധമായിട്ടുള്ള ബോൺ സംബന്ധമായിട്ട് അല്ലെങ്കിൽ സന്ധികൾ സംബന്ധിച്ചുള്ള എല്ലാ തരം പ്രശ്നങ്ങൾക്കും ഈ ഗ്ലൂക്കോസമിൻ നല്ലതാണ്. ഇത് നമ്മൾ എങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ 2 ക്യാപ്സ്യൂൾ വീതം അല്ലെങ്കിൽ 2 ടാബ്ലറ്റ് വീതം ട്വൈസ് ഡെയിലി, ഒരു ദിവസം 2 നേരമായിട്ട് നമ്മളത് ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെയാണ് നമ്മളതിൻ്റെ സപ്ലിമെൻസിനെ ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ജോയിന്റ് പെയിനൊക്കെ ഉപയോഗിക്കുന്ന, എല്ലുകളുടെ ബാധിക്കുന്ന ഡിസീസസിനൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു സപ്ലിമെന്റ്സ് ആണ് കാൽസ്യം എന്ന് പറയുന്നത്. ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോമലാസിയ ആൻഡ് റിക്കറ്റ്സ് ഇത്തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ പ്രായമായവരിലും ചെറുപ്പക്കാരിലൊക്കെ കണ്ടുവരുന്ന ഒരു തരം അസുഖമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി ആൻഡ് കാൽസ്യം. എന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ അസ്ഥികൾ ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ളൊരു അവസ്ഥയാണ്. പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കാൽസ്യവും വൈറ്റമിൻ ഡിയും ഒക്കെ തന്നെ വളരെയധികം കുറഞ്ഞു പോകുന്നു. എന്ന് വെച്ചാൽ അതോടൊപ്പം നമ്മളുടെ എല്ലുകളുടെ ശക്തി ഇങ്ങനെ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് സ്വന്തമായിട്ട് ഈ കാൽസ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അത് നമ്മൾക്ക് ലഭ്യമാകുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് കാൽസ്യം ഒരു പ്രായപരിധി എത്തുമ്പോൾ നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എന്ന് വെച്ചാൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 99% കാൽസ്യം നമ്മളുടെ പല്ലുകളിലും എല്ലുകളിലുമായിരിക്കും ഉണ്ടാകുക. ഒരു 1% കാൽസ്യമാണ് നമ്മളുടെ കോശങ്ങളിലും പേശികളിലും നമ്മളുടെ ബ്ലഡിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ധാരാളം പച്ചക്കറികൾ, പോഷകാഹാരങ്ങൾ, പ്രോട്ടീൻ റിച്ച് ഫുഡ്, വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ കെ എന്നിവയൊക്കെ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം. നമ്മുടെ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സമയത്തല്ലെങ്കിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രദ്ധിക്കുക. അത്തരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നതിൽ കൂടി നമ്മുടെ ശരീരത്തിലേക്ക്
നമ്മൾക്ക് കാൽസ്യം, വൈറ്റമിൻ ഡി ഒക്കെ ഉൾപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന രാസവളങ്ങളൊക്കെ ഇട്ട പച്ചക്കറികളും കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിൽ നിന്നും നമുക്ക് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഒന്നും തന്നെ അങ്ങനെ കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സപ്ലിമെന്റ്സിനൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. പിന്നെ വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് കാണാം, ഒരു 4-3 പേരും ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഡിയുടെ കുറവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വെസ്റ്റീജ് കാൽസ്യം ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്, ഇതിൻ്റെ കാൽസ്യം കാർബണേറ്റിൻ്റെയും വൈറ്റമിൻ D3യുടെയും ഒരു വളരെ പ്രധാനപ്പെട്ട കോമ്പിനേഷനാണ്. ഇതിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, ഇത് വെസ്റ്റീജ് കാൽസ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മളുടെ ബോൺ ഹെൽത്തിനെ, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ബോൺ ഹെൽത്ത്, ബോൺ ഹെൽത്തിനെ അല്ലെങ്കിൽ എല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. അതിൽ കൂടി ഹാർട്ട് റിലേറ്റഡ് ഡിസീസസിനെയൊക്കെ ഇല്ലാതാക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് വേരിയസ് ഹോർമോൺസ് ആൻഡ് എൻസൈംസ്. ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോൺസും എൻസൈംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഇത് ഈ കാൽസ്യം ടാബ്ലറ്റ് കാരണമാകുന്നു. ഇറ്റ് ബിൽഡ്സ് അപ്പ് ദ നെർവസ് സിസ്റ്റം. നമ്മളുടെ നാഡീവ്യൂഹത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്താനും നമ്മളുടെ ഈ കാൽസ്യം സപ്ലിമെന്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 2 ക്യാപ്സ്യൂൾ ഡെയിലി ആഫ്റ്റർ ഫുഡ്. നമ്മളുടെ ഭക്ഷണത്തിന് ശേഷം 2 ക്യാപ്സ്യൂൾ വീതം ദിവസവും കഴിക്കുക. അങ്ങനെ നമ്മൾക്ക് എല്ലുകളുടെ അല്ലെങ്കിൽ ജോയിൻസ് പെയിന്, എല്ലുകൾ ഒക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഇതിൽ നിന്നും ഞാൻ ഇത് 3 മാസത്തോളമായി ഉപയോഗിച്ചു വരുന്നു. ഒരു പരിധി വരെയല്ല, വളരെ നന്നായിട്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള എൻ്റെ കാലിനും മുട്ടുവേദനയൊക്കെ പോലത്തെ പ്രശ്നങ്ങളും ജോയിൻറ്റ് പെയിനൊക്കെ പോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നന്നായിട്ട് നല്ല ഫലം അതിൽ കാണുന്നുണ്ട്. അതോടൊപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു എനർജിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര നേരം തന്നെ എന്തൊക്കെ പണി തന്നെ ചെയ്താലും നമ്മൾക്ക് അങ്ങനെ ഉറങ്ങണം, കിടക്കണം എന്നുള്ളൊരു ചിന്തകളൊന്നുമില്ല. സാധാരണയായിട്ട് നമ്മൾക്ക് കാണുന്നതിലുപരിയായിട്ടൊക്കെ ഉള്ളൊരു ആരോഗ്യം, ഹെൽത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 3 മാസമൊക്കെ കഴിച്ചാൽ മതി എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. ഞാൻ തുടരണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ആലോചിക്കാം. എനിക്കോ താങ്ക് യു ആൻഡ് വിഷ് യു വെൽ. താങ്ക് യു സുലേഖ ടീച്ചർ, വളരെ നന്നായിട്ട് വിത്ത് എക്സ്പീരിയൻസോടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇനി നമ്മൾ സീന മാഡം ആണ് ഇന്നത്തെ സെക്കൻഡ് പ്രോഡക്റ്റ് സെഷന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. വെൽക്കം മാഡം. താങ്ക് യു മാഡം. എൻ്റെ പേര് സീന, ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റുകളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞ ദിവസം ശതാവേരിയെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് പഞ്ചതുളസി ഹെയർ ഓയിലും ആണ്. പഞ്ചതുളസി ആധുനിക ഭക്ഷണരീതി, മലിനമായ അന്തരീക്ഷം എന്നിവയിലെല്ലാം നമ്മുടെ ശരീരം വിഷപദാർത്ഥങ്ങൾ കൊണ്ട് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് ഫ്രീ റാഡിക്കൽ ഉണ്ടാകാൻ കാരണമാകുകയും നമുക്ക് സ്ട്രെസ്സിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ കമ്പനിയായ വെസ്റ്റീജ് ഇൻവിഗോ പഞ്ചതുളസി, ഇത് 5 തരം തുളസി കൊണ്ട് തുളസിയുടെ കോമ്പിനേഷനാണ്. ഒന്ന് രാമതുളസി, കൃഷ്ണ തുളസി, വനതുളസി, ശുക്ല തുളസി, അതുപോലെ കപൂർ തുളസി എന്നിങ്ങനെ 5 തരം തുളസിയുടെ കോമ്പിനേഷനാണ്. ഇത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ പനി, തൊണ്ടവേദന, ചുമ, ജലദോഷം തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ പഞ്ചതുളസി നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകളിൽ പീരീഡ് സംബന്ധമായ വയറുവേദന അതുപോലെ ഒക്കെ അതിനെല്ലാം അത് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറുവേദനയും എല്ലാം പോകും. അതുപോലെ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാൻ പറ്റും. ഹൃദയാരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നു.
അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കുന്നു, ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്യാൻസർ ഇതിൽ ക്യാൻസർ പ്രോപ്പർട്ടീസ് ഉള്ളത് ഇതും ക്യാൻസർ പ്രോപ്പർട്ടീസും അടങ്ങിയിരിക്കുന്നുണ്ട് ഈ തുളസിയിൽ. ഇത് എന്തുകൊണ്ടും നല്ലൊരു പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് പഞ്ചതുളസി. ഇത് 1-2 ഡ്രോപ്സ് ചെറു ചൂടുവെള്ളത്തിൽ ഉപയോഗിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. അടുത്തത് ഹെയർ ഓയിൽ. അഷ്യൂറിന്റെ ഹെയർ ഓയിലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് ജീവിത പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തെ ഇഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മുടിയും മുഖവുമാണ്. മുടി കൊഴിച്ചില്, അതുപോലെ തന്നെ നമ്മുടെ പ്രായത്തിന് മുമ്പ് തന്നെ നമുക്ക് നരയ്ക്കുന്നതും എല്ലാം ഈ പ്രശ്നങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് നമ്മുടെ വെസ്റ്റീജ് ഹെയർ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രോഡക്റ്റ് ഹെയർ ഓയിൽ, അഷർ ഹെയർ ഓയിൽ. ഇതിൽ അർണിക്കായും ടീ ട്രീ ഓയിലും അടങ്ങിയിരിക്കുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് അർണിക്ക തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത മുടി ഒട്ടുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത് നോൺ ഗ്രീസി ഓയിലാണ്. അത് മുടിയുടെ കരുത്ത് കൂട്ടുന്നു. അതുപോലെ തന്നെ ആന്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് താരനകറ്റാൻ സഹായിക്കുന്നു. മുടിയുടെ വേരുഭാഗം പിന്നെ വളരാൻ മുടിയുടെ വേരുഭാഗം വീക്ക് ആവുന്നത് കൊണ്ടാണ് നമുക്ക് മുടി കൊഴിച്ചിലും താരനും ഒക്കെ പിടിപെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനം, പിന്നെ തണുപ്പ് ഒക്കെ, നമ്മൾ തണുപ്പ് കാലവും അതുപോലെ തന്നെ മുടിയൊക്കെ നനഞ്ഞ് ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് താരനുണ്ടാകാറുണ്ട്. ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള തലമുടിക്ക് ആവശ്യത്തിനുള്ള പരിചരണം ലഭിക്കാതെ വരുമ്പോഴാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ രോഗങ്ങൾ ഒക്കെ നമുക്ക് വരുമ്പോൾ മുൻകൂട്ടി നമ്മുടെ മുടിയാണ് പൊഴിയുന്നത്. മുടി പൊഴിയും മുഖത്തുമാണ് അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആന്റി ഡാൻഡ്രഫിന്റെ ഗുണമുള്ളത് കൊണ്ട് മുടിയുടെ വേര് ബലപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് താരനും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നു. പിന്നെ ഈ ടീ ട്രീ ഓയിലും ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് മുടി കൊഴിച്ചിലും ഇല്ലാതാക്കുന്നു, മുടി കരുത്തോടെ വളരാൻ സഹായിക്കുന്നു. ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ തലയോട്ടിക്കാണ്. ഇത് കൂടുതൽ നമ്മൾ മസാജ് ചെയ്യേണ്ടത് തലയോട്ടിയിലേക്കാണ്. അപ്പം അത് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കുമ്പം അത് ആ തലയോട്ടിയിൽ മുടി കുരുത്ത് വരികയും അതുപോലെ തന്നെ ഇത് മുടി കുരുത്ത് വരികയും പിന്നെ താഴോട്ട് അതിൻ്റെ വളരുന്നതും നല്ലതുപോലെ മസാജ് മുടി ചെയ്യുമ്പം മുടി കിളിച്ച് വരും. അത് ഒരു 1.5 മാസത്തിനകം നല്ലപോലെ നമ്മളത് ശ്രദ്ധിച്ചാൽ 1.5 മാസത്തിനകം നല്ല മാറ്റം കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ എനിക്കും ഇതുപോലെ പ്രശ്നങ്ങൾ വന്നതാണ്. യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് ആദ്യം മുടി കൊഴിച്ചിലും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ നമ്മുടെ ഈ ഹെയർ ഓയിൽ തേച്ച് ഇപ്പം എൻ്റെ മുടിയൊക്കെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല മുട്ട പോലെ ആയതായിരുന്നു തല. ഇപ്പം മുടിയൊക്കെ കിളിക്കുന്നുണ്ട്. പിന്നെ മുഖത്തിനായാലും മാറ്റങ്ങളെല്ലാം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പഞ്ചതുളസി പീരീഡ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പഞ്ചതുളസി ഇപ്പം ഒരു കുഴപ്പവും ഇല്ല. പഞ്ചതുളസി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പനി വന്നാല് അതുപോലെ പഞ്ചതുളസിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട്. അതിപ്പോ കുറച്ചേ പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ശരീരത്ത് നമ്മൾ റബ്ബറൊക്കെ വെട്ടാൻ പോകുന്നവരാണ്. അപ്പൊ ഈ റബ്ബർ കാട്ടിലൊക്കെ ഇപ്പം കൊതുവിന്റെ ശല്യം ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അപ്പം നമ്മുടെ ശരീരത്ത് അത് തേച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊതുക് കടിക്കത്തില്ല. പഞ്ചതുളസിയുടെ ഗുണം അത് നല്ല. അങ്ങനെ മുറിവുകളൊക്കെ വന്നാലും നമ്മൾ പെട്ടെന്ന് പഞ്ചതുളസി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുറിവാന്നേലും കരിയെല്ലാം ചെയ്യും. നല്ലൊരു പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ തന്നെയാണ് പഞ്ചതുളസി. അതുപോലെ ഹെയർ ഓയിലും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്ക് ഈ പ്രോഡക്റ്റ് രണ്ടും ഉപയോഗിച്ച് റിസൾട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിൻ്റെ അനുസരിച്ച് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. താങ്ക് യു. താങ്ക് യു സീന മാഡം. വളരെ നന്നായി തന്നെ വിത്ത് എക്സ്പീരിയൻസ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. വളരെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്തു എല്ലാ കാര്യങ്ങളും. ഓക്കെ, കാരണം സബ്ജക്ട് അങ്ങനെ ആയിരുന്നു. നമ്മൾ ഈ സപ്ലിമെന്റ്സിലേക്ക് പോകുമ്പോഴാണ് കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അപ്പം വളരെ നന്നായിരുന്നു. അപ്പൊ ഇനി നെക്സ്റ്റിലത്തെ പ്രോഡക്റ്റിന്റെ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിലും
ഞാൻ എടുത്തൊരു ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അലോവേര ഫൈബർ ഹോംബയോട്ടിക്സ്. ഓക്കെ, ഈ ഒരു പ്രോഡക്ട്സിന് എന്റെ പേഴ്സണൽ ലൈഫിലും വളരെ എന്താ ഒരു മിറാക്കിൾ ചേഞ്ചസ് കൊടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതില് നമ്മളെ ദഹന ഈ ഒരു 3 പ്രോഡക്ട്സും നമ്മളെ ദഹന വ്യവസ്ഥയെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തില് ആദ്യത്തെ ഇപ്പൊ പ്രോഡക്റ്റ് ഫൈബറിനെ പറ്റിയിട്ട് പറയാം. അപ്പൊ ഫൈബർ നമ്മൾ കഴിക്കുന്ന ആഹാരത്തില് അല്ലെ, നമ്മൾക്ക് വേണ്ടുന്നത്ര ഫൈബർ കിട്ടണം. അതെന്തിലാ? പച്ചക്കറികള്, ധാന്യങ്ങള്, നട്സ്, ഫ്രൂട്ട്സ്, ഇതിലൊക്കെയാണ് ഫൈബർ കൂടുതലായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ നോൺ വെജ് ഐറ്റംസുകളിലും നമുക്ക് ഫൈബർ ഉണ്ട്. അപ്പൊ അതില് ഏറ്റവും നമ്മൾക്ക് ഈ ഒരു ഫൈബർ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതൽ ചില ആ, പച്ചക്കറി ഫ്രൂട്ട്സിലൊക്കെയാണ് ഇതിന് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത്. ആരെ കോൾ വരുന്നുണ്ടോ? സൗണ്ട് വരുന്നില്ലേ? ആരൊക്കെ കോൾ വന്നതാണോ? നല്ല കമ്പ്യൂട്ടറിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. സോലബിൾ ഫൈബറും അതുപോലെ ഇൻസോലബിൾ ഫൈബറിന് 2 തരത്തിലുണ്ട്. അപ്പം നമ്മൾക്ക് ഈ ഫൈബർ നമ്മളെ വയറില് നമ്മൾക്ക് വയറിന് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഒരു സാധനം. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ഉള്ള ഏത് നമുക്ക് ഫാസ്റ്റ് ഫുഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഫൈബർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ദഹന പ്രക്രിയയിൽ ഭയങ്കരമായിട്ട് ഇപ്പം വീട്ടിലുള്ള ആഹാരം കഴിക്കുന്നതല്ല, പുറമേൽ നിന്ന് ഇപ്പം ഇപ്പം അറിയാം നമുക്ക് പൊറോട്ട ഒക്കെ കഴിക്കുന്ന അതിലെല്ലാം ഫൈബർ എന്ന് പറഞ്ഞ സാധനം ഒട്ടും ഇല്ല. ഉം ഹോട്ടലിൽ ഇപ്പൊ എബ്രോഡൊക്കെ ജീവിക്കുന്ന ആൾക്കാർ കുറെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം പഠിക്കാനൊക്കെ പോകുന്ന വേറെ വീട് വിട്ടു പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഫൈബർ ഇല്ലാത്ത കൊണ്ട് തന്നെയാണ് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നം വരുന്നത്. അതിൽ കോൺസ്റ്റിപ്പേഷന്, പൈൽസ്, ഇതൊക്കെ ഒരു പെട്ടെന്നല്ല ലോങ് ടേമിലാണ് നമുക്ക് കൂടുതലായിട്ട് ഇതൊക്കെ നമുക്ക് ഇഫക്റ്റ് ആയിട്ട് വരിക. അപ്പം ഫൈബർ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ അങ്ങനത്തെ പുളിയുള്ള അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കഴിക്കണം. ഓക്കെ. പിന്നെ ഇതില് മെയിൻലി നമ്മളെ ദഹന പ്രക്രിയ ഇറ്റ്സ് ഹെൽപ്പ്. അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റിനും ഈ ഒരു ഫൈബർ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈബർ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതൊരു ജെൽ ഫോമിൽ നമ്മളെ വയറിൽ നമ്മൾക്ക് ആ ഒരു ദഹനത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഫുഡ് കൂടുതലായിട്ട് കഴിക്കാൻ തോന്നില്ല, അങ്ങനെ വിശപ്പ് തോന്നൂല ഈ നമ്മളെ വെസ്റ്റീജിന്റെ ഫൈബർ എടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഫുഡ് കഴിക്കുന്ന അളവ് കുറച്ചിരിക്കും അല്ലെ. അപ്പൊ അതിലൂടെ നമുക്ക് വെയിറ്റ് മാനേജ്മെന്റ് ഇതില് നമുക്ക് ഒരു എന്താ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കൊളസ്ട്രോൾ ലെവൽ കൂടി ഇത് കുറച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിലുള്ള ഷുഗറിന്റെ ലെവൽസിനെയും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഫൈബർ. ഇതാണ് മെയിൻലി ഫൈബറിനെ പറ്റി പറയുന്നത്. അതിപ്പം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയണം. 2016 തുടങ്ങിയ ഒരു സ്റ്റൊമക്കിൽ ഉണ്ടായ ഒരു ഫുഡ് പോയ്സൺ തുടങ്ങിയ ഒരു പ്രോബ്ലം. അത് ഫസ്റ്റ് എനിക്ക് തുടങ്ങിയത് IBS എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ആയിരുന്നു. പിന്നെ അത് ഹൈ ആന്റിബയോട്ടിക് ഒക്കെ എടുത്ത് നമ്മൾ വയറിൽ 2 തരത്തിലുള്ള ബാക്ടീരിയസ് ഉണ്ട്. ഗുഡ് ബാക്ടീരിയസും ബാഡ് ബാക്ടീരിയസും. ഗുഡ് ബാക്ടീരിയ നമ്മളെ ഈ ഗട്ട് ഹെൽത്തിന്റെ നമ്മളെ വയറിന്റെ കുടലിന്റെ ആരോഗ്യത്തിനൊക്കെ ഉള്ളത് ആവശ്യമാണ്. അപ്പൊ അത് ഈ ബാഡ് ബാക്ടീരിയസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല ബാക്ടീരിയസിനെ കൊല്ലും. അപ്പൊ അതിന്റെ അളവ് ഭയങ്കര ഈ ബാഡ് ബാക്ടീരിയ കൂടുന്ന സമയത്ത് നമുക്ക് എന്താ H. പൈലോരിയ എന്ന് പറഞ്ഞ ഡിസീസ് ആയിരുന്നു എനിക്ക് വന്നത്. അത് ആന്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് അത് റിക്കവർ 10 ഡേയ്സിൽ നമുക്കതൊരു ബ്രീത്ത് ടെസ്റ്റിലും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിലൊക്കെയാണ് ഈ H. പൈലോരിയ നമുക്കത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 3.5 മാസം ഒന്നും ഡോക്ടേഴ്സുമാർക്ക് ഇത് കണ്ടുപിടിക്കാതെ ഇങ്ങനെ മെഡിസിൻ കൊടുത്ത് 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 എന്റെ കണ്ടീഷൻ വളരെ വേഴ്സ് ആയി പോയി. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഗ്യാസ്ട്രോക്ക് കാട്ടിച്ച സമയത്താണ് ഇവര് ജനറൽ ഡോക്ടേഴ്സ് ഇവിടെ കൈവിട്ട ശേഷമാണ് അവര് നെക്സ്റ്റ് ഗ്യാസ്ട്രോനെ റെഫർ ചെയ്തത്. അപ്പൊ ഭയങ്കര എന്താ ലൂസ് മോഷനും അതുപോലെ തന്നെ ഹൈ അസിഡിറ്റി. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബാഡ് ബാക്ടീരിയകൾ നമ്മളെ വയറിനെ ഇങ്ങനെ അതിങ്ങനെ തിന്നാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അത് അത് എന്നിട്ടാണ് നമുക്ക് പുണ്ണുണ്ടാവുക.
വയറിന്റെ ഉള്ളില് ബാഡ് ബാക്ടീരിയന്റെ അളവ് അത്രക്കും കൂടുമ്പോൾ അൾസറായിട്ട് മാറും. അൾസറായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ഡോക്ടേഴ്സ് എന്തും മെഡിസിൻ കൊടുത്ത ആഴ്ചക്ക് 2 പ്രാവശ്യം പോയിട്ടൊക്കെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയാണ്. അത്ര ഹൈ ലെവലിലായിരുന്നു എന്റെ അവസ്ഥ ഉണ്ടായത്. അപ്പൊ ഈ പൈലോരിയ ബാക്ടീരിയന്റെ ഈ ഒരു ആന്റിബയോട്ടിക് എടുത്ത സമയത്ത് അത് കുറഞ്ഞാലും എപ്പോഴും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് വയറ് വേദന ഉണ്ടായിരുന്നു. ആ വേദന അപ് ടു 2016 ടു 2020 ഈ ബിസിനസ്സിൽ വരുന്ന വരെ ഉണ്ടായിരുന്നു. 2021 ആ ഒരു എത്ര വർഷം. എന്നിട്ട് ഇതിലുള്ള അസിഡിറ്റി എന്തായാലും മാറുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അപ്പൊ ഈ ബിസിനസ്സിൽ വരുന്ന മുമ്പ് ഞാൻ പിന്നെ അലോവേര, ഫ്രഷ് അലോവേര ഞാൻ കഴിച്ച് നോക്കിയ സമയത്താണ് എന്റെ ഈ അസിഡിറ്റി ഒന്ന് ശമനായത്. അപ്പൊ ഈ അലോവേര എന്ന് പറഞ്ഞാൽ അത്രക്കും നമ്മളെ ശരീരത്തിന് തണുപ്പ് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ, നമുക്ക് ഈ കൂടുതൽ നമ്മൾ വയറുന്ന ഗ്യാസ് പോകുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ്? ബാഡ് ബാക്ടീരിയന്റെ അളവ് നമ്മളെ വയറിൽ കൂടുതൽ, അതായത് കൺട്രോൾ ഇല്ലാത്ത രീതിയിലേക്ക് അത് പോകും. ഓക്കെ, അപ്പം ഇതിനൊക്കെ ഒരു ആന്റിബയോട്ടിക് എടുത്താൽ പോലും പിന്നെയും ഇതിന്റെ ആ ഒരു സ്റ്റൊമക്ക് മൊത്തം ഒന്ന് കണ്ടീഷന് പോയത് രണ്ടാമത് ഇപ്പൊ ലിവറിനെ ആയാലും അപ്പം ബ്രെയിനൊക്കെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുറേ വർഷങ്ങളോളം നമ്മ അതിന്റെ ഒരു ഇഫക്റ്റ് അനുഭവിക്കും. അപ്പൊ എപ്പോഴും രാവിലെ എണീക്കുമ്പോഴും ഈ ഗാൽ ബ്ലാഡർ ഏരിയയിൽ എനിക്ക് പെയിൻ ആയിരുന്നു. അപ്പൊ ആ പെയിന് വെസ്റ്റീജിന്റെ ഫൈബർ എടുത്ത് എന്ന് പറഞ്ഞാൽ ഏത് ഫുഡ് കഴിക്കുന്ന സമയത്തും ഈ ഫുഡാണോ ആ ഫുഡാണോ എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യേണ്ടി വരും. ചില ഫുഡ് കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസത്തേക്കാകുമ്പോൾ അത് ക്രോണിക് ഡിസീസിലേക്ക്, ക്രോണിക് IBS എന്ന് പറഞ്ഞൊരു ക്രോണിക് ഡിസീസാണ്. അപ്പൊ അത് ആ ലെവലിലേക്ക്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, അത് മനസ്സിന്റെ തരത്തിലും ശാരീരികമായിട്ട് 2 ലെവലിൽ നിൽക്കുന്ന ഒരു ഡിസീസാണ് IBS. അപ്പൊ ഈ ഒരു ഇത് ഫസ്റ്റിലത്തെ കണ്ടീഷനിൽ ബെറ്റർ ആയി, രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് ഇതിലേക്ക് പോയി. ബട്ട് അസിഡിറ്റി മാറുന്നില്ല. അപ്പൊ അലോവേര അന്ന് എനിക്ക് ബിസിനസ്സിൽ വരുന്നേക്കാൾ മുമ്പാ. അപ്പൊ ഫ്രഷ് അലോവേര എടുത്തിട്ടാണ് എനിക്ക് ആ ഒരു പ്രോബ്ലം, ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. നമുക്കിവിടെ ദുബായിൽ ധാരാളം അലോവേര ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ ഏതൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ നോക്കിയത് ഇതിന് എന്താ സൊല്യൂഷൻ ആസിഡിറ്റിക്ക്. അപ്പൊ കിട്ടി ഭൂമിയിലുള്ള ആസിഡിറ്റിക്ക് സൊല്യൂഷൻ ഒറ്റ ഒരു വിഷയമുള്ളൂ. നിങ്ങൾ ഇനി എത്ര മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് അതിലൊരു സൊല്യൂഷൻ കിട്ടൂല. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് അലോവേരയാണ്. അപ്പൊ അലോവേര അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പെയിന് മാറിയത് ഫൈബറിലൂടെയും. അതുപോലെ തന്നെ അലോവേരയാണ്. അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ ആരൊക്കെ ഉണ്ടോ നിങ്ങൾ ഉറപ്പായിട്ട് കഴിക്കേണ്ട ഈ 3 പ്രോഡക്റ്റ് ആണ്. ഫൈബർ, അതുപോലെ തന്നെ കോംബയോട്ടിക്സ്, അലോവേര. അലോവേര ഇപ്പൊ നമ്മളെ സ്കിന്നിന്റെ ഹെൽത്തിന്, നമ്മളെ ഹെയറിന്റെ ഹെൽത്തിനൊക്കെ ഇത് വളരെ നല്ലത്. എന്താ നമുക്ക് റിസൾട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അലോവേര. അപ്പൊ അതിൽ നമ്മളെ ഈ കൊളേജൻ, ഇതിലൊരു ടൈപ്പ് കൊളേജൻ കൂടി ഉണ്ട്, നമ്മൾക്ക് സ്കിന്നിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ശരീരത്തിന് നല്ല തണുപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ പറയില്ല എന്റെ ബോഡി ഭയങ്കര ഹീറ്റാണ്. അപ്പൊ അതുപോലെയുള്ള ആൾക്കാർക്ക് അലോവേര എടുക്കുന്നത്, അതുപോലെ ആംബല എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതില് കോംബയോട്ടിക്സ്, അപ്പൊ ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യാ, അസിഡിറ്റി ഹൈ നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾ എന്തായാലും നിങ്ങൾ അലോവേര എടുക്കണം. അപ്പൊ അത് ഒരു ദിവസത്തിൽ ഇപ്പം 3 രാവിലെ ഒരെണ്ണം, ഉച്ചക്ക് ഒരെണ്ണം, രാത്രി ഒരെണ്ണം നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ ചില സമയത്ത് ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വയറ് എരിച്ചലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അലോവേര എടുത്തിട്ട് നിങ്ങൾക്ക്, ഓക്കെ. പിന്നെ ഇതിൽ പ്രഗ്നന്റ് ആയ ലേഡീസിന് ഇത് ഡോക്ടറിന്റെ എങ്ങനെയാ അനുമതിയോടെ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആർക്കും നമുക്ക് 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് അലോവേര കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, പിന്നെ വരുന്നത് കോംബയോട്ടിക്സ് ആണ്. കോംബയോട്ടിക്സ് ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നമ്മളെ വയറിൽ നല്ല ബാക്ടീരിയസിന്റെ ആവശ്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതില് ഈ പ്രീബയോട്ടിക് പ്രോബയോട്ടിക്കിന്റെ കോമ്പിനേഷൻ ആണ് നമ്മളെ വെസ്റ്റീജിന്റെ ഈ ഒരു കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പം ഈ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ ചില നമ്മൾ കഴിക്കുന്ന ചില ആഹാരത്തിലുള്ള നല്ല ബാക്ടീരിയസ് ആണ്. അപ്പൊ ആ നല്ല ബാക്ടീരിയസിന് നമ്മൾ വയറിൽ പോയിട്ട് അതിന് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഫൈബർ ആണ് പ്രീബയോട്ടിക്. എല്ലാവരും നോട്ട് ചെയ്യാ, നമ്മളെ സ്റ്റൊമക്കില് നല്ല ബാക്ടീരിയ, നമ്മൾക്ക് അത് രണ്ടിന്റെ കോമ്പിനേഷൻ, അത് വെസ്റ്റിന്റെ പ്രോഡക്റ്റ് മാത്രമേ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രോബയോട്ടിക് പ്രീബയോട്ടിക്കിന്റെ കോമ്പിനേഷന്. അതില് പ്രോബയോട്ടിക് നമ്മള് നോർമലി നമുക്ക് എന്താ നമ്മൾക്ക് ചില ആഹാരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് ബാക്ടീരിയ, ഗുഡ് ബാക്ടീരിയ ആണ്. അപ്പൊ ആ ഗുഡ് ബാക്ടീരിയക്ക് ഒരു ഫൈബർ ഒരു കൊടുക്കുന്ന, അതിനെ നമ്മൾ വയറ്റിൽ പോകുമ്പോൾ അത് എന്താ അത് കഴിക്കുന്ന
ഒരു ഒരു പ്രോഡക്റ്റ് ഫൈബറാണ് നമ്മളെ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞ് ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ്. ഒരു ബാക്ടീരിയ, നല്ല ഗുഡ് ബാക്ടീരിയ പോകുന്നുണ്ട്, അതിന് കഴിക്കാനുള്ള ഫുഡും നമ്മൾ ഇതിലൂടെ എടുക്കുന്നുണ്ട്. ഇപ്പൊ കോംബയോട്ടിക്സ് നമ്മൾക്ക് എന്താ ഏകദേശം ഒരു 13 വയസ്സിന് മുകളുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം വീക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ദഹന പ്രക്രിയ ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഈ ശരീരം നല്ല രീതിയിൽ അബ്സോർവ്, ചിലർക്ക് ആഗിരണം ചെയ്യില്ലല്ലോ, ദഹന വ്യവസ്ഥയിൽ നല്ല പ്രോബ്ലം ഉള്ള അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഒരു റെഗുലർ ആയിട്ട് ഈ നമുക്ക് ഈ ഒരു കോംബയോട്ടിക്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ആലോവേര, ഫൈബർ, ഇത് മൂന്നും പൈൽസ്, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷന്, ഇതുപോലെ ഈ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹൈ അസിഡിറ്റി, ഗ്യാസ് ട്രബിള്, ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ 3 പ്രോഡക്റ്റ് എടുക്കാവുന്നതാണ്. ഇപ്പൊ കോൺസ്റ്റിപ്പേഷന് ഉള്ള ആൾക്കാരെ ബുദ്ധിമുട്ട് നമുക്കറിയാലോ, അത് സഫർ ചെയ്ത ആൾക്കാർക്ക് അറിയാം. കോൺസ്റ്റിപ്പേഷൻ ഒരു ഏജ് കഴിയുമ്പോൾ ആണ് നമുക്ക് അതിൽ കൂടുതൽ ഈ മെയിൻലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ ഫൈബർ ഇല്ലാതിരിക്കുമ്പോഴാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള പ്രോബ്ലമിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു ഇതില് ഗട്ട് ഹെൽത്തിന്റെ ടോട്ടൽ ഈ 3 പ്രോഡക്റ്റും ആവശ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾക്ക് നല്ല വയറിലേക്ക് നല്ല ഗുഡ് ബാക്ടീരിയ വേണ്ടേ? അപ്പൊ ആ ഗുഡ് ബ്ലഡ് പ്യൂരിഫിക്കേഷന് കൂടി ആലോവേര ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓവറോള് നമ്മളെ സ്റ്റൊമക്കിന്റെ ടോട്ടൽ ഹെൽത്തിന് ഈ 3 പ്രോഡക്റ്റും വളരെ അത്യാവശ്യമായ ഒരു പ്രോഡക്ട്സ് ആണ് വെസ്റ്റേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും നിങ്ങൾ ഈ ഒരു ആസിഡിറ്റി, കൂടുതൽ പേർക്ക് ആസിഡിറ്റി, ഗ്യാസ് ട്രബിൾ ഒക്കെ ഉള്ള ആൾക്കാർ പുറമേ നിന്ന് ഇങ്ങനെ മെഡിസിൻ വാങ്ങി 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 കഴിക്കരുത്. അതിന്റെ പകരം നിങ്ങൾക്ക് ഈ ഒരു വെസ്റ്റേജിന്റെ പ്രോഡക്റ്റ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ വളരെ സെൻസിറ്റീവ് ആയ ഒരു അതാണ് ഇപ്പം ബോഡിയാണ്. അതിലിപ്പം ഈ ഏത് മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും എനിക്ക് പറ്റൂല, ആയുർവേദ പറ്റൂല, ഹോമിയോ പറ്റൂല. അങ്ങനെ ഇരിക്കുമ്പോ ഈ ഒരു പ്രോഡക്ട്സ് ഇത്രയും ദഹന പ്രക്രിയ സിസ്റ്റം ഭയങ്കര സൂക്ഷ്മമായ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റ് ആണ് അലോവേറ കോംബയോട്ടിക്സ് എന്ന് പറയുന്നത്. വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും സ്റ്റോക്ക് കയ്യിൽ വെക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് തീരുന്നു പറയുമ്പോൾ എനിക്ക് ടെൻഷൻ ആവും. എന്ന് പറഞ്ഞാൽ അത് അത്രയും ആവശ്യമാണ്. ഇപ്പം ഇവിടെ കാലാവസ്ഥ ഒക്കെ മാറുന്ന സമയത്ത് ആന്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ടി വരുന്ന സമയത്ത് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. ആ കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത് ഈ ഇവര് കൊടുത്ത അങ്ങനത്തെ സാച്ചറ്റ് പോലും വർക്കാവൂല. ആ സമയത്ത് ഈ വെസ്റ്റീജിന്റെ സപ്ലിമെന്റ് ഒരു 2 നേരം, ഇത് 3 നേരം വെച്ചിട്ട് അലോവേര എടുത്തു കഴിഞ്ഞാല്, ഫൈബറും എടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് ശരിയാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും മനസ്സിലാക്കി. ഈ പ്രോബ്ലം ഇല്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടാവും. ഇപ്പം അതില് ഇപ്പം കുറെ കാര്യങ്ങൾ ദഹനത്തിന്റെ മെയിൻലി നമ്മളെ ഈ ഒരു ദഹന പ്രക്രിയ സിസ്റ്റം കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഓർഗൻസ് സിസ്റ്റം കറക്റ്റായി വർക്ക് ചെയ്യുള്ളൂ. ബാക്കിയുടെ എല്ലാം മെയിൻ ആണ് നമ്മൾ വയറ്. ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ UAE 2-3 മാസം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂ ആയ സമയത്ത് അതിന്റെ സൈഡ് ഇഫക്റ്റ്, എടുത്ത ഇഞ്ചക്ഷന്റെ സൈഡ് ഇഫക്റ്റ് കൊണ്ട് കാർഡിയോ ഡോക്ടറിനെ കാട്ടിച്ച സമയത്ത് അവര് പറഞ്ഞു, ഞാൻ നോർമൽ എടുക്കുന്ന മെഡിസിൻ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ കഴിക്കുന്ന ഫുഡ് സപ്ലിമെന്റ് പറഞ്ഞ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര പ്രശ്നമാണ്, ഇതെല്ലാം എടുക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാനിക് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് ആ ഡോക്ടർ എന്നെ ഗ്യാസ്ട്രോക്ക് വിട്ടു. ഗ്യാസ്ട്രോക്ക് വിട്ട സമയത്ത് ആ ഡോക്ടർക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ കാട്ടിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ഇതൊന്നും കുഴപ്പമില്ല, ഇത് ഗുഡ് ബാക്ടീരിയ ആണ്, ഗുഡ് ബാക്ടീരിയ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, ഈ പ്രോബയോട്ടിക്സിൽ തന്നെ പല തരം ഉണ്ട് പോലും. അപ്പൊ അത് എല്ലാം സേഫ് അല്ല എന്നാണ് ഈ കാർഡിയോ ഡോക്ടർ പറഞ്ഞത് എന്റെ അടുത്ത്. അപ്പൊ ഞാൻ നമ്മളെ പ്രോഡക്റ്റ് ഞാൻ ഈ മറ്റേ ഗ്യാസ്ട്രോ കാർഡിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല ഗുഡ് ബാക്ടീരിയ ആണ്, നിങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മളെ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റ് നമുക്ക് കോംബയോട്ടിക്സ് നല്ല ധൈര്യമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇന്നത്തെ പ്രോഡക്റ്റ് സെഷന് കഴിയുന്നത്ര പറ്റുന്നത്ര രീതിയിൽ ഞാനും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയ എന്തെങ്കിലും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള മെമ്പേഴ്സിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കോംബയോട്ടിക്സ് കഴിച്ചിരുന്നു ഇടയ്ക്ക് 5-6 ദിവസം മുമ്പ്. ഒരു ബോട്ടിൽ വാങ്ങി കഴിച്ചിരുന്നു. അപ്പൊ അതില് 2 കവർ ഉണ്ടല്ലോ. അപ്പൊ മുഴുവനോടെ കഴിക്കാൻ പറ്റുമോ? ഞാൻ വിനോദ് സാറിന്റെ അടുത്ത് ചോദിച്ചു. സാർ പറഞ്ഞാൽ കുഴപ്പമില്ല, കഴിക്കാം.
ആദ്യം എനിക്ക് രണ്ട് ക്യാപ്പ് ഉണ്ട് അതില് അല്ലേ? ഡബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും രണ്ടും കഴിച്ചു, കുഴപ്പമൊന്നും നല്ലായിരുന്നു. ഇനി ഫൈബർ മേടിക്കണം. ഇപ്പൊ അത് മൂന്നൂടെ ഒന്നിച്ചാ കഴിക്കണ്ടേ? മൂന്നൂടെ ഒന്നിച്ചാ കഴിക്കണ്ടേ? നല്ല റിസൾട്ട്. കോംബയോട്ടിക്സ് അലോവേര എന്നാലേ നമുക്കത് പ്രയോജനം ചെയ്യത്തുള്ളൂ. ഒന്നിച്ച് കഴിച്ചാലേ പ്രയോജനം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റീജിന്റെ കോംബോ ആയിട്ട് കഴിക്കണമല്ല. എന്നാലേ നമുക്ക് പ്രയോജനം ചെയ്യത്തുള്ളൂ. എന്നാലേ അതിന് ഫലം കിട്ടുള്ളൂ. ഓരോന്ന് കഴിച്ച് ശരിയാവില്ല. ഓരോരുത്തരെ ചോദിക്കൂട്ടാ. അപ്പൊ വിനോദ് സാറ് 4-5 പ്രൊഡക്റ്റ് ഇങ്ങനെ പറയുമല്ലോ. എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ ചോദിച്ചു ആ അസുഖത്തിന് ഈ അസുഖത്തിന്. അപ്പൊ 4-5 പ്രൊഡക്റ്റ് ആകുമ്പോഴേ അയ്യോ ഇത്രയും കഴിക്കണോ അത്രയും കഴിക്കണോ. അപ്പൊ ഞാൻ പറയും ഇത് ഒന്നിച്ച് കഴിച്ചാൽ റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾ ഒരെണ്ണം കഴിച്ചാൽ പിന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഇതല്ലേ. അങ്ങനെ ഓരോരുത്തരും അങ്ങനെയും കുറെ ആൾക്കാർ, കുറെ കസ്റ്റമർ വലിയ കാര്യത്തിൽ ചോദിക്കൂട്ടാ എനിക്ക് അതായിരുന്നു ഇതായിരുന്നു എന്ന്. അപ്പൊ ഞാൻ ചോദിക്കും വിനോദ് സാറിന്റെ അടുത്ത് ഫോണിലെ മെസ്സേജ് ഇടും. അപ്പൊ സാറ് കാണുമ്പോ അപ്പൊ അയക്കാറുണ്ട് പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മെസ്സേജ്. എന്റെ കാര്യത്തിൽ IBS എന്ന് പറഞ്ഞൊരു സംഭവം വന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ 3.5 വർഷമാണ് ഞാൻ ജോലിക്ക് പോകാതിരുന്നത്. ഓക്കെ, ഹീലറാണ്. ഞാൻ ഹീലിംഗ് ചെയ്തു, കുറെ ആൾക്കാർ ഹീലിംഗ് ചെയ്തു, ആര് ഹീലിംഗ് ചെയ്ത് ശരിയായിട്ട് ലാസ്റ്റ് എന്റെ ഇവിടുത്തെ UAE-യിലത്തെ ഒരു സെന്ററിന്റെ ഒരു സീനിയർ മോസ്റ്റ് ഹീലർ ഉണ്ട്, അവരുടെ അടുത്ത് പോയി അവര് 2 ഹീലിംഗ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ പെയിന് കുറെ റിലാക്സ് ആയത്. എന്നാലും മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്ന ലെവലിലേക്ക് എത്തി. അതിനുശേഷം പിന്നെ ഈ പ്രോഡക്റ്റ് കിട്ടിയതിനു ശേഷമാണ് അത് കംപ്ലീറ്റ് ഒരു ലൈഫ് ലോങ് എടുക്കേണ്ട ഒരു ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്ത്, പെയിൻ കില്ലറാണ് ലിബ്രാക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് ഞാൻ അത്രയും ഞാൻ കടന്ന് പ്രോബ്ലം അതിൽ ഞാൻ ഒരാൾക്കും IBS വരല്ലേ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കാരണം അത് ഓവർകം ചെയ്യാൻ എല്ലാവർക്കും പറ്റൂല. കുറെ ആൾക്കാർ ചിലപ്പോൾ സൂസൈഡിലേക്ക് പോയി പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല. ദഹനത്തിന്റെ വ്യവസ്ഥ അത്രക്ക് ഇംബാലൻസ്ഡ്. നമ്മളെ ഡോക്ടർ വയറ് തൊട്ടുരാൻ തന്നെ ഫസ്റ്റ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അത് അത്ര എക്സ്പീരിയൻസ്ഡ് ഡോക്ടറാണ്. 22 വർഷം എക്സ്പീരിയൻസ്ഡ് ഉള്ള ഗാസ്ട്രോ ഡോക്ടറാണ്. ജസ്റ്റ് സ്റ്റൊമക്ക് ഒന്നിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് അറിയാൻ വരണ കണ്ടീഷൻ എന്താണ്. ഡോക്ടർക്ക് മെഡിസിൻ കൊടുത്ത് 2.5 വർഷമാണ് ഞാൻ ട്രീറ്റ്മെന്റിൽ അണ്ടർ ഡോക്ടറിന്റെ. അതിൽ 8 മാസം ഡോക്ടർ കൊടുത്ത ഈ ഒരു പ്രോബയോട്ടിക് ഞാൻ കഴിച്ചിരുന്നു. അപ്പൊ അത് കേടില്ലേ ഗുഡ് ബാക്ടീരിയ. അതിനുശേഷമാണ് ഇപ്പൊ വെസ്റ്റീജിൽ ഇപ്പൊ അല്ലേ വന്നത്. അപ്പൊ ഇതില് നമ്മളിൽ രണ്ടും ഉണ്ട്, പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും നല്ല രണ്ടും ഉണ്ട്. അതാണ് അതിനേക്കാൾ ഇഫക്റ്റ് കൂടുതലാണ് ഇതിന്. അതില് ഞാൻ അന്ന് ചോദിച്ചിരുന്നു, അന്ന് ഫുഡ് സപ്ലിമെന്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഈ ഡോക്ടർ കൊടുത്ത പ്രീബയോട്ടിക്ക. അപ്പോഴാണ് ഇത് എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഡോക്ടർ അത് പറഞ്ഞ മെഡിക്കൽ ഈ ഡോക്ടർമാർ എഴുതില്ല, മെഡിക്കലിൽ നിന്ന് നമ്മൾക്ക് അവര് വേറെ ഇങ്ങനെ എഴുതിയിരുന്ന നടന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയും. അപ്പൊ ഗുഡ് ബാക്ടീരിയ ആണ്. നമ്മളെ വയറിൽ ബാഡ് ബാക്ടീരിയന്റെ അളവ് കൂടിയിട്ട് ഇത് നല്ല ബാക്ടീരിയ അളവ് കുറഞ്ഞു. അപ്പൊ നമ്മൾ വേറെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കുകയാണ് ആ രീതിയിൽ ഗുഡ് ബാക്ടീരിയ. അതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് വീക്ക് ഇതേപോലെ ഒരു ഡൗട്ട് മാം, അവിടെ ഹസ്ബൻഡിന് അവിടെ നമുക്കവിടെ തണുപ്പ് കൂടുതലുണ്ട്, ഈ ജഗരത്തിന്റെ പ്രശ്നം അവർക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ നമുക്ക് ഫൈബർ അവിടെ കൊടുക്കാം അവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട്? ഫൈബറിന് കുഴപ്പമില്ല, അലവര തണുപ്പ് പിടിക്കും, ആംല തണുപ്പ് പിടിക്കും. കുറച്ച് നല്ല ബോഡിക്ക് തണുപ്പ് ഉള്ളതല്ലേ. അപ്പൊ ചിലപ്പോ ദഹനം ഒട്ടുമില്ല അവിടെ. ഫുഡ് ദഹനം ഒരു ശകലം കൂടി ദഹനം ഇല്ല അവിടെ. ഫുഡ് കഴിക്കാനേ പറ്റുന്നില്ല ആളിന്. അപ്പൊ അതിന്റെ ഹെൽത്ത് ഇഷ്യൂസും വരുന്നുണ്ട് ഇപ്പൊ. ഫൈബറിൽ പ്രശ്നമില്ല. ഫൈബർ കോംബയോട്ടിക്സ് കൊടുത്തു നോക്കിയോളൂ. പിന്നെ അലോവേരന്റെ അളവ് ഇപ്പൊ നമ്മൾ അതിനൊരു കുറച്ച് കൊടുത്തു നോക്കാം. നല്ല തണുപ്പ് കിട്ടുന്ന ഒരു സംഭവം അല്ലേ. 3 നേരം കഴിക്കുന്നത് 1 നേരം കഴിച്ചു. തണുപ്പല്ലേ മാം? അവിടെ മൈനസിലാണ് ഫുഡ് ടൈം. കോൾഡ് വരുന്നില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ അത് കഴിച്ചിട്ട് തണുപ്പ് നല്ലോണം ശരീരത്തിൽ നല്ല തണുപ്പ് പിടിക്കുമ്പോ ഇന്റേണൽ ഓൾസോ എക്സ്റ്റേണൽ ക്ലൈമറ്റും അതെ ഇന്റേണലും അതെ. അപ്പൊ ആ സമയത്ത് പിന്നെ ഇത് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് കോൾഡ് വന്നില്ല എങ്കിൽ കുഴപ്പമില്ല, അവർക്ക് എടുക്കാം. ഓൾറെഡി എപ്പോഴും ആളിന് കോൾഡ് ഉണ്ട്. കോൾഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അലോവേര കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ബോഡി തണുപ്പാകുമ്പോ ആംലയും അലോവേര തണുപ്പ് കൊടുക്കുന്ന സാധനം. അപ്പൊ നിങ്ങൾക്ക് ഫൈബർ പിന്നെ കോംബയോട്ടിക്സ് കൊടുക്കാം. ആണോ? മാം പറഞ്ഞില്ലേ ഷുഗർ കൺട്രോളിനും കൊളസ്ട്രോൾ കൺട്രോളിനും നല്ലതാണ്. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
മെയിൻറ്റെയിൻ. അപ്പൊ എനിക്ക് അതും കൂടെ അത് നീമിന്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്യാം അല്ലേ? കഴിക്കുന്നത് ആഡ് ചെയ്യാം കുഴപ്പമില്ലല്ലോ. ആഡ് ചെയ്യാം. നീമും ഗ്ലൂക്കോഡിയാണ് ഞാൻ കഴിക്കുന്നത്. ശതാവരിയൊക്കെ ഗ്ലൂക്കോ കഴിക്കുന്നത്. അപ്പൊ ഹെൽത്ത്. അതിന്റെ കൂടെ ഗ്ലൂക്കോ ഹെൽത്ത്, അതെ അതെ അതെ, ഗ്ലൂക്കോ ഹെൽത്ത് കൂടാണ് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഫൈബർ കഴിച്ചാൽ കണ്ടോളാം. ഇപ്പൊ എനിക്ക് കൊളസ്ട്രോൾ 218 ഉണ്ട്. അതിലിപ്പോ പുതിയ നമ്മുടെ രണ്ട് പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, സെൽ പവറും ബ്രാനോയില് സെല്ലുലീന്. അന്നേരം ബ്രാനോയിലൂടെ ഉപയോഗിച്ചാൽ മതി. അതില് ഏതാ സെൽ മാം? പവർ സെല്ലുലീന് പുതിയ രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. അതില് ഷുഗറിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു വോയിസ് ഉണ്ട് രാഘവൻ സാറിന്. അത് ഞാൻ അയച്ചുതരാം നിങ്ങൾക്ക്. ഉണ്ട്. പിന്നെ സെൽ അതെയോ? പവറിനെ കുറിച്ച് പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ആ എനിക്ക് ഷുഗർ കൺട്രോൾ ആവുന്നുണ്ട്, പക്ഷെ കൊളസ്ട്രോള് എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ആവുന്നില്ല ഒരു ഇതിലായിട്ട്. നമ്മുടെ അപ്പൊ ബ്രാനോയിലും കൂടെ ഉപയോഗിച്ചാൽ മതി. ഏതാ മാം? റൈസ് ബ്രാൻ റൈസ് ആ ബ്രാനോയില് ഓയിലൊക്കെ അത് ഉണ്ട്. കുറച്ച് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചേ ഉപയോഗിക്കാവൂ. ഹീമോഗ്ലോബിനും കുറവാണ് എനിക്ക്. അപ്പൊ അത് ഈ മൂന്ന് ഈ നമ്മളെ കോംബയോട്ടിക്സും അലോവേര നമ്മളെ ഇതുണ്ടല്ലോ ആ ആന്റി ബയോട്ടിക് നമ്മളെ കപ്പാസിറ്റിന് കൂട്ടുന്നുണ്ട്, പ്രതിരോധ ശക്തിന്. അതുണ്ട്, അങ്ങനെ അതെയോ? ഒരു സംഭവം കൂടി ഇതിലുണ്ട്. കഴിഞ്ഞ ദിവസം ഹീമോഗ്ലോബിന് രാഘവൻ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ കേട്ടായിരുന്നു, പകുതി കേട്ടോ, പിന്നെ കറണ്ട് പോയി. ആ. അതിനകത്ത് ഈ പിന്നെ നമ്മുടെ ഇൻസുലിൻ റെസിപ്റ്റേഷന്റെ ആ ഒരു ക്ലാസ്സിനകത്ത് ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ ഇങ്ങനെ പറയുന്നതുണ്ടായിരുന്നു. അന്നേരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോ ഉണ്ടാവും. ആ. ഇട്ടിട്ടുണ്ടായിരുന്നു. സാറിന്റെ ആ വീഡിയോ ഉണ്ടോന്ന് അറിയത്തില്ല, അത് നോക്കണം. അന്ന് ഞാൻ ക്ലാസ് യൂട്യൂബിലുണ്ട്. ലാസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു, അതുണ്ട്. ആ ഒരു വീഡിയോ ഉണ്ട്.